അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടും തന്നെ നെയ്യോ എണ്ണയോ ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നാവിൽ അലിഞ്ഞുറങ്ങും രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്ത് ഒരു കത്തി കൊണ്ട് ഇളക്കി എടുത്തതിന് ശേഷം ഈ തേങ്ങയുടെ ബ്രൗൺ ഭാഗം ചെത്തിക്കളയുക. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയാണിത്. നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങയുടെ ബ്രൗൺ ഭാഗം വരാത്ത രീതിയിൽ തേങ്ങ ചിരകി എടുത്താലും മതി. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഒരേ സ്പീഡിലിട്ട് പൊടിക്കാതെ പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ. അതായത് നിർത്തി വേണം ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൾസ് ചെയ്ത് പൊടിച്ചില്ല എങ്കിൽ പൊടിച്ചെടുക്കുന്ന തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ ഇറങ്ങി വരും. ഇപ്പൊ തേങ്ങ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, തേങ്ങയിലെ വെള്ളമയം ഇല്ലാതെ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണം തേങ്ങ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ നിങ്ങൾക്ക് തേങ്ങ പൊടിച്ചെടുക്കുമ്പോൾ ഡ്രൈ ആവാതെ കുഴഞ്ഞ പരുവത്തിലായി പോയാൽ പൊടിച്ചെടുത്ത തേങ്ങ ഒരു കോട്ടൺ തുണിയിലിട്ട് നല്ലോണം മുറുക്കി പിഴിഞ്ഞ് ഇതിന്റെ തേങ്ങാപ്പാൽ മുഴുവനും നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പൊ തേങ്ങ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന തേങ്ങയാണ് വേണ്ടത്. പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഒന്നുകിൽ നമ്മൾ തയ്യാറാക്കുന്ന സ്വീറ്റ്സിന്റെ കൂടെ ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങ ചേർത്തുണ്ടാക്കുന്ന എന്തിന്റെയും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് പൊടിച്ചു വെച്ച തേങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. അതുപോലെ തന്നെ കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയും വേണം. ഇപ്പൊ കണ്ടില്ലേ, ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയുടെ വെള്ള നിറം മാറാത്ത രീതിയിൽ ഫ്ലെയിം കുറച്ച് വേണം ഇത് ഡ്രൈ ആക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കും തോറും പൊടിയായിട്ട് മാറും. ഇപ്പൊ കണ്ടില്ലേ, ചെറിയ ചെറിയ തരികളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അഥവാ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ തരികളായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ തേങ്ങയുടെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂട് മാറിയതിനു ശേഷം ഈർപ്പമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറിയ തരികളായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നും ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. തേങ്ങ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോ ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം 2 or 3 തേങ്ങ ഇതുപോലെ ചെയ്തെടുത്ത് പൊടിച്ച് വറുത്ത് ചൂട് മാറിയതിനു ശേഷം ഈർപ്പമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. 2 ആഴ്ച വരെ പുറത്തും 2 ആഴ്ചയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നിരത്തി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തേങ്ങ പൊടിച്ചെടുക്കുമ്പോൾ തേങ്ങാപ്പാലിന്റെ അംശം ഉണ്ടെങ്കിൽ ഒരു തുണിയിൽ നല്ലോണം പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലും കൂടി ചേർത്ത് 1 കപ്പ് പാലെടുത്താലും മതി. ഞാനിപ്പോ 1 കപ്പ് കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊന്ന് ചൂടാതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പഞ്ചസാരയെല്ലാം ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ റവയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തരികളുള്ള റവയാണ് എടുക്കേണ്ടത്. അഥവാ വലിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ചെറിയ തരികളുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. റവ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ റവ ഒട്ടും കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിരിക്കണം. അഥവാ റവ ചേർത്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഓരോ കട്ടകളും പ്രസ് ചെയ്ത് കട്ടകൾ മുഴുവനും ഉടച്ച് സ്മൂത്ത് ആക്കി എടുക്കണം. ഇപ്പൊ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് റവ കിട്ടിയിട്ടുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പൊ റവയെല്ലാം വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നിന്നും 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ സ്വീറ്റിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ മാത്രമേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി വരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് എയർ ടൈറ്റ് ആയ കുപ്പികൾ അടച്ച്
സൂക്ഷിച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അപ്പൊ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നല്ലോണം കൈവിടാതെ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് പാൽ ചേർത്തത് കൊണ്ട് പിരിഞ്ഞു പോകും എന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നല്ലവണ്ണം കുറുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ 250 ml കപ്പിന് 1 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ പാൽപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആക്കി എടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് സ്മൂത്ത് ആക്കി പാനിൽ നിന്നും ഇതുപോലെ വിട്ട് ഉരുണ്ട് വരുന്ന പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിലാണ്. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്തടവ് ഏതെങ്കിലും പാത്രത്തിലോ കേക്ക് ടിന്നിലോ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ അലുമിനിയം ഫോയിലിൽ വെച്ചിട്ടാണ് മുറിക്കാൻ പാകത്തിന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചൂടോടുകൂടി തന്നെ റോൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇത് അലുമിനിയം ഫോയിലിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിന്റെ പുറത്തും സൈഡിലും ഒക്കെ വിതറിയിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിസ്ത ഇട്ട് കൊടുക്കുന്നത്. പിസ്ത ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിസ്ത ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി വീണ്ടും അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് ഒന്നും കൂടി ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നല്ലോണം പിസ്ത എല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇനി അലുമിനിയം ഫോയിൽ വീണ്ടും കവർ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇത് ഒന്ന് സെറ്റ് ആവുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കുക. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കാവുന്നതാണ്. ഞാനിപ്പോ 1/2 മണിക്കൂറാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പൊ ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ നല്ല സെറ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാം ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പൊ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. വീട്ടിലെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയങ്ങളിലോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് ആണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണിത്. അപ്പൊ ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം. മുറിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്